ഹലോ എവ്രിവൺ, വെൽക്കം ടു കാർസ് ആൻഡ് ഡ്രൈവ്സ്. ഇന്ന് നമ്മൾ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ബസ് കാണാനാണ് പോകുന്നത്. കരയിലും വെള്ളത്തിലും ഒരേപോലെ ഓടുന്നൊരു ബസ്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ, ഒരു ബസ് വെള്ളത്തിൽ പോയ പോലെയാണ് നമുക്ക് പുറത്ത് നോക്കുമ്പോൾ തോന്നുന്നത്. പക്ഷേ വളരെ സേഫായിട്ടുള്ളൊരു ബസ്സും വളരെ സേഫായിട്ടുള്ളൊരു ബോട്ടും ആണ് നമ്മൾ ഈ മുമ്പിൽ കാണുന്നത്. ഇന്ന് അതിൻ്റെ അകത്തൊരു ഡ്രൈവാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ജർമ്മനിയിലെ ഓൾമോസ്റ്റ് നോർത്തേൺ മോസ്റ്റ് പോയിൻ്റ് ആയിട്ടുള്ള ല്യൂബെക്ക് എന്ന് പറയുന്ന ഒരു സിറ്റിയിലാണ് ഈ ബസ് ഉള്ളത്. സ്പ്ലാഷ് ടൂർസ് എന്ന് ഗൂഗിൾ ചെയ്താൽ കാണാൻ പറ്റും ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഇതാണ് ആ ഖടാഖടിയൻ ബസ്. നമ്മൾ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്താണ്. 25 യൂറോയാണ് ഒരാൾക്ക് ടിക്കറ്റായിട്ട് വരുന്നത്. ഞങ്ങളപ്പോൾ നേരത്തെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് ഇവിടെ വന്നു. ബസ് കാണാൻ തന്നെ നല്ലൊരു കൗതുകമാണ്. അത് കാണാൻ വേണ്ടിയിട്ടും ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് യാത്രക്കാരല്ലാത്ത ആൾക്കാർ വരെ അതിൻ്റെ ചുറ്റും കൂടിയിട്ടുണ്ട്. ഇത് കുറേ വർഷങ്ങളായിട്ട് ഇവിടെ നടക്കുന്ന ഒരു സർവീസാണിത്. ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ബോഡി ഒരു ചൈനീസ് ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അയച്ചെടുത്തുകൊണ്ട് വന്നൊരു ബോഡിയാണ്. ബാക്കി ഇതിൻ്റെ ബോഡിയിലൊക്കെ ഒത്തിരി ചേഞ്ചസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അവർ. വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിൻ്റെ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഈ ബസ്സിന് വേണ്ടി വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ബസ്സിൻ്റെ അകത്ത് നമ്മളിതൊരു സിറ്റി ടൂറിലാണ് പോകുന്നത്. ഈ ബസ് സിറ്റിക്കകത്തേക്കൂടെ ഓടിച്ച് അവരെ ല്യൂബെക്ക് സിറ്റി നമ്മളെ പരിചയപ്പെടുത്തും. അതുകൂടാതെ തന്നെ ഈ ബസ് ഓടിച്ച് വെള്ളത്തിലേക്ക് ഇറക്കി വെള്ളം വഴിയും നമ്മൾ ല്യൂബെക്ക് സിറ്റീനെ ഒന്ന് പരിചയപ്പെടും. ഈ ബസ് ദൂരെ നോക്കുമ്പോൾ ഒരു സാധാരണ ബസ് പോലെ തന്നെയുണ്ട്. ഇപ്പോൾ തന്നെ കണ്ടില്ല, നോക്കുമ്പോൾ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ അടുത്ത് വരുമ്പോഴാണ് നമ്മൾ അതിൻ്റെ താഴെയായിട്ട് ചെറിയ പ്രൊപ്പല്ലർ പോലത്തെ ഉള്ള ഓരോ സാധനങ്ങളൊക്കെ കണ്ടു തുടങ്ങുന്നത്. ആ ഒരു ഡിഫറൻസൊക്കെ കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് ഇത് സാധാരണ ബസ്സല്ല എന്ന് തോന്നുള്ളൂ. അല്ലാതെ എല്ലാ രീതിയിലും ഒരു സാധാ ബസ്സാണ് ഇത്. നമ്മളങ്ങനെ ബസ്സിൻ്റെ അകത്ത് കയറി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ മുകളിലൊക്കെ ഫുൾ ഗ്ലാസ് ആണ്. പക്ഷേ അത് ഒഴിച്ച് കഴിഞ്ഞാൽ കാണാൻ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും തന്നെ ഇല്ല ബസ്സിൻ്റെ അകത്ത് നോക്കുമ്പോൾ. സാധാരണ സീറ്റുകൾ മുമ്പിൽ കുറച്ച് സ്ക്രീനുണ്ട്, അതിപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ നമുക്ക് സിറ്റി ടൂറിന് നമ്മൾ സാധാരണ കാണാറുള്ള ബസ്സുകൾ പോലെ തന്നെ ചുറ്റും പുറവും കാണാൻ പാകത്തിന് ഗ്ലാസ്സാണ് വാളുകളെല്ലാം. അങ്ങനെ നമ്മൾ സിറ്റി ടൂർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ല്യൂബെക്ക് എന്ന് പറയുന്ന പഴയ ഒരു വലിയ സിറ്റിയാണ്. ഇവിടുത്തെ മാർസിപ്പാനൊക്കെ വളരെ ഫേമസ് ആണ്. അതല്ലാതെ തന്നെ ഒരു പോർട്ടിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് ഒത്തിരി കച്ചവടങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ല്യൂബെക്ക്. അകത്ത് ഇതുപോലത്തെ ഗൈഡഡ് ടൂർ പോലെ കാര്യങ്ങളെല്ലാം അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ജർമ്മനിലാണ് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് ജർമ്മൻ അറിയില്ലാത്തൊരു ടൂറിസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ബസ്സിൽ കയറി കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് പകുതി മിസ്സാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ ഈ സിറ്റിയുടെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഹിസ്റ്ററി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് ജർമ്മനിലാണ് എന്ന് മാത്രം. ആദ്യം വേഗം നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോകുകയാണെന്ന് പുള്ളി പറഞ്ഞായിരുന്നു. നമുക്കെല്ലാവർക്കും ഒരു ധൈര്യം കിട്ടാൻ വേണ്ടി പുള്ളി പറഞ്ഞു ജർമ്മനിയിലെ എല്ലാ സർട്ടിഫിക്കേഷൻ ഏജൻസികളും ഇതിന് സർട്ടിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നതാണ്, അതുകൊണ്ട് യാതൊന്നും പേടിക്കാനില്ല എന്ന് പുള്ളി പറഞ്ഞു. ജർമ്മനിയെ പറ്റി മറ്റൊരു കഥയുണ്ട്. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റൂൾസൊക്കെ ജർമ്മനിയാണ് പണ്ടത്തെ കാലത്ത് നോക്കിക്കൊണ്ടിരുന്നതെന്നുണ്ടെങ്കിൽ മനുഷ്യൻ ഒരിക്കലും തീ കണ്ടുപിടിക്കില്ലായിരുന്നു. കാരണം അതൊരു ഹസാർഡാണെന്ന് പറഞ്ഞ് തീയുടെ കണ്ടുപിടുത്തത്തെ ബ്ലോക്ക് ചെയ്തതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുപോലെ സ്ട്രിക്റ്റാണ് സേഫ്റ്റി റൂൾസ്. അതുകൊണ്ട് ഈ ബസ് സേഫാണെന്ന് നമുക്ക് ഉറപ്പുണ്ട്. നമ്മൾ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ട് ചെറിയ ഡ്രം റോൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരൊരു ഡ്രമാറ്റിക് എഫക്റ്റ് കൊണ്ടുവരുന്നുണ്ട്. ആക്ച്വലി എല്ലാവരും ക്യാമറയും ഫോണും ഒക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുകയാണ് ഈ ഒരു മൊമെൻറ്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വെള്ളത്തിലേക്ക് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ആക്ച്വലി പറഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള ഒരു പതുക്കെ ആൾക്കാരെ പേടിപ്പിക്കാതെ ഇറക്കാമെന്നോ അങ്ങനെയുള്ളൊരു അറ്റംപ്റ്റ് പോലും ഇവിടെ നടന്നില്ല. പുള്ളി പറ്റുന്ന അത്ര സ്പീഡിൽ ഓടിച്ച് അങ്ങോട്ട് ഇറക്കുകയാണ് ചെയ്തത്. പക്ഷേ വളരെ സേഫായിട്ടുള്ളൊരു ഇതാണ്. വെള്ളത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ യാതൊരുവിധ ഒലച്ചിലോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നിട്ടില്ല. ജർമ്മൻ എഞ്ചിനീയറിങ്ങിൻ്റെ മികവ് ഏതായാലും ഇതിലും കാണാനുണ്ട്.
ചില ബ്രിഡ്ജുകളിലൊക്കെ അടുത്തെത്തുമ്പോൾ ഈ പണ്ടാര അതേലങ്ങാൻ പോയി ഇടിക്കുമെന്ന് നമുക്കൊരു ചെറിയ ടെൻഷൻ വരും. പക്ഷേ അങ്ങനെ താഴ്ന്ന ബ്രിഡ്ജുകളുടെ അടിയിൽ കൂടി ഒന്നും തന്നെ ബസ് പോയില്ല. അവർ റൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നതനുസരിച്ച് ബസ്സിന് പോകാൻ പറ്റുന്ന സ്ഥലത്തേക്കാണ് മാത്രമാണ് അവർ പോകുന്നുള്ളൂ. ഏതാണെങ്കിലും അങ്ങനെ ബസ്സിന് നേരെ കരയിലേക്ക് കയറാൻ പോവാണ്. അവർ വെള്ളത്തിലേക്ക് ഇറക്കിയ പോലെ തന്നെ ആയിരിക്കും കരയിലേക്കും കയറുന്നതെന്ന് തോന്നുന്നു. നമുക്കേതായാലും നോക്കാം. പ്രത്യേകിച്ച് നാടകീയതകളൊന്നുമില്ലാതെ വെറുതെ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് ഓടിച്ച് കയറി. ഒരു അത്ഭുതമാണ്. കാരണം ഇത് ടയറൊന്നും പൊക്കി വെക്കുന്നില്ല എന്ന് തോന്നുന്നു വെള്ളത്തിൻ്റെ അടിയിൽ പോകുമ്പോൾ. അതുപോലെ തന്നെ റോഡിൽ ഓടുമ്പോൾ അതിൻ്റെ പ്രത്യേകിച്ച് പ്രൊപ്പല്ലറുകളൊന്നും മാറ്റി വയ്ക്കുന്നില്ല. അപ്പോൾ എല്ലാം എപ്പോഴും അതിൻ്റെ സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ്. കാരണം ഒത്തിരി മെക്കാനിക്കൽ ഭാഗങ്ങൾ ഫുൾ ടൈം വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് അവർ വല്ലാത്ത ഇൻസുലേഷനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വെയിറ്റ് ബാലൻസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻ കേസ് അതിൻ്റെ ഹള്ളിന് എന്തെങ്കിലും തുളയൊക്കെ വന്നു കഴിഞ്ഞാൽ വെള്ളം പാസഞ്ചർ കമ്പാർട്ട്മെൻറ്റിലേക്ക് വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി ഇൻസുലേഷനും ഒത്തിരി ഫോം ലൈനിങ്ങുകളൊക്കെ ഈ ബസ്സിലുണ്ട് എന്നിങ്ങനെ പറഞ്ഞു കേട്ടിരുന്നു ഈ ടൂറിൻ്റെ ഇടയ്ക്ക്. ഏതാണേലും ഒരു എഞ്ചിനീയറിംഗ് മാർവൽ തന്നെയാണ് ഈ ബസ്. മാത്രമല്ല ജർമ്മനി പോലത്തെ ഒരു രാജ്യത്ത് ഓടിക്കാനുള്ള പെർമിഷൻ ഇതിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ അതുപോലെ പണിയെടുത്ത് അതിൻ്റെ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സൊക്കെ അവർ മീറ്റ് ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിൽ ഇവരെ അപ്രീഷിയേറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ബസ് ടൂർ അധികം വൈകാതെ ഇവിടെ എൻഡ് ചെയ്യാണ്. കൂടുതൽ ഡീറ്റെയിൽസും ലൂബക്കിൻ്റെ ഒരു സിറ്റി ടൂറൊക്കെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ ജസ്റ്റ് ഈ ഒരു സ്പ്ലാഷ് ടൂർ അല്ലെങ്കിൽ ഈ ഒരു ആംഫീബിയൻ ആയിട്ടുള്ള ബസ്സിൻ്റെ കോണ്ടൻറ്റ് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് ലൂബക്ക് സിറ്റിയൊക്കെ വേറൊരു വീഡിയോ കാണാം. ഈ ബസ്സിൽ എൻ്റെ കൂടെയുള്ള നിങ്ങളുടെ യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.